പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെലവായത് 40 ലക്ഷം രൂപയാണ്. സംസ്ഥാന പൊതുഭരണ വകുപ്പാണ് പണം അനുവദിച്ചത്. സന്ദർശനം നടത്തി ഫോട്ടോഷൂട്ടും റീലുമൊക്കെയായി പ്രധാനമന്ത്രി ജനമനസ്സിൽ നിറഞ്ഞു നിന്നു. കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ഒരു നോട്ടീസ് കിട്ടി. 153 കോടി രൂപ നിങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേന്ദ്രം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന്. വ്യോമസേന വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ചെലവാണത്. വയനാടിനായി 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പണം പിടുങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജൂലൈ 30-നാണ് ലോകം ഞെട്ടിയ ദുരന്തം ചൂരൽമലയിലും മുണ്ടക്കൈയിലും പെയ്തിറങ്ങിയത്. ആരുടെയും മനസ്സലിയിപ്പിക്കുന്നതായിരുന്നു ദുരന്തഭൂമിയിലെ കാഴ്ചകൾ. ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം പ്രവഹിച്ചപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാർ മാത്രം ദുരന്തബാധിതരോട് മുഖം തിരിച്ചു. ദുരന്തം നടന്ന 10-ാം നാൾ ഓഗസ്റ്റ് 9-ന് കേന്ദ്ര സംഘം വയനാട്ടിലെത്തി. ഓഗസ്റ്റ് 10-ന് പ്രധാനമന്ത്രി വയനാട് നേരിട്ടെത്തി ദുരന്തം വിലയിരുത്തി. സന്ദർശനവേളയിലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ ഏറെ ആശാവഹമായിരുന്നു. വയനാട് പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമാവില്ലെന്നും രാജ്യം മുഴുവൻ ദുരന്തബാധിതർക്കൊപ്പമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളം വിട്ടതോടെ പറഞ്ഞതെല്ലാം വിഴുങ്ങി. और मैं विश्वास दिलाता हूं इन परिजनों को भी कि वे अकेले नहीं हैं. इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं. सरकार ने जो नीति नियमों के तहत जो आपदा प्रबंधन के लिए राशि भेजते हैं, उसका काफी हिस्सा पहले ही दिया हुआ है और भी हिस्सा हमने तुरंत रिलीज किया है. और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए കേരള സർക്കാർ के साथ भारत सरकार खड़ी रहेगी. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഒക്ടോബർ 28-ന് ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി വയനാട് ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2200 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടു. വയനാടിനായി അടിയന്തരമായി ഇടപെടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കേന്ദ്രം അനങ്ങിയില്ല. പ്രധാനമന്ത്രി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും സഹായം കിട്ടാതായതോടെ വിഷയം വീണ്ടും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കേരള സർക്കാർ ഇടപെട്ടു. പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല. അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബർ 14-ന് ദുരന്തബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിച്ചിട്ടും കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറന്നില്ല. ദുരന്ത സമയത്ത് വ്യോമസേന സഹായത്തിന് വന്നതിന്റെ ചെലവിനത്തിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 153.5 കോടി രൂപ പിടിച്ചുപറിച്ചതാണ് കേന്ദ്രത്തിന്റെ കേരളത്തിനോടുള്ള ദ്രോഹത്തിന്റെ അവസാനത്തെ ഉദാഹരണം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. കേരളത്തോട് കേന്ദ്രത്തിന് ഇത്ര വൈരാഗ്യമുണ്ടാകാനുള്ള കാരണമെന്താണ്? ഈ നാട്ടിലും മനുഷ്യരല്ലേ ജീവിക്കുന്നത്? വയനാട്ടിലെത്തിയ ഏതൊരാളുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വരെ സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം ഇല്ലാതായ ഒരു കൂട്ടം മനുഷ്യർ, ഒരു കുടുംബമാകെ ഒലിച്ചു പോകുന്ന സാഹചര്യം. വീടും സ്വത്തുക്കളും സർട്ടിഫിക്കറ്റും എന്ന് വേണ്ട ഒരു മനുഷ്യായുസ്സിൽ സമ്പാദിച്ചതെല്ലാം ഇല്ലാതായ ഒരു കൂട്ടം പാവങ്ങൾ. അവരോട് മാത്രം ഇത്ര വൈരാഗ്യം എന്തിനാണ് ഈ കേന്ദ്ര സർക്കാർ പുലർത്തുന്നത്? വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരിക്കാർ ചേരുന്നു. ഷംഷാദ്, താങ്കൾ ഈ വിഷയങ്ങളെല്ലാം, ഈ വേദനയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും എല്ലാ കാര്യങ്ങളും വളരെ അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണ് നേരത്തെ നാം കേട്ടത്. കേരളത്തോടൊപ്പം കേന്ദ്ര സർക്കാരുണ്ട്, ഈ രാജ്യമുണ്ട്, പക്ഷേ ഇതുവരെയും നമുക്കത് അനുഭവപ്പെടുന്നില്ല. ഷംഷാദ്. തീർച്ചയായും പ്രധാനമന്ത്രി അന്ന് വയനാട്ടിൽ സന്ദർശനം നടത്തി. അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമേ അല്ല മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എന്നുള്ളത്. വയനാട്ടുകാർ എല്ലാവരും, ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കിനെ വിശ്വസിച്ചത്.
പക്ഷെ ഇന്ന് ദുരന്തം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്ര രൂപയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ വയനാട് ജില്ലയ്ക്ക് കേരളത്തിന് അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് തരുന്ന മറുപടി എന്ന് പറയുന്നത് SDRFിലേക്ക് നിങ്ങൾക്ക് തരേണ്ട തുക തന്നിട്ടുണ്ട്, അതിൽ നിന്നും ചെലവഴിച്ചോളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ SDRFിലേക്ക് തരുന്ന തുകയാണ് കേരളം വയനാട് ദുരന്തത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ PDNA റിപ്പോർട്ട് കൊടുക്കുന്നത്? എന്തിനാണ് കേന്ദ്ര സർക്കാർ 2 സംഘങ്ങളെ ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യം? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം SDRFിലേക്ക് തുക തരാം, നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഒക്ടോബർ മാസം 9-ാം തീയതി ഓഗസ്റ്റ് മാസം 9-ാം തീയതി ആദ്യത്തെ സംഘം വരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തലേന്ന് അവർ വരുന്നു, പ്രാഥമികമായി പരിശോധന നടത്തുന്നു. 1000-1200 കോടി രൂപയോളം നഷ്ടമുണ്ട് എന്ന് നമ്മൾ അവരോട് പറയുന്നു. അവരത് മനസ്സിലാക്കുന്നു, അവർക്ക് പ്രസന്റേഷൻ കൊടുക്കുന്നു. വളരെ പെട്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രാഥമിക കണക്കാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരുന്നു. അദ്ദേഹം പറയുന്നു തുക ഒരു തടസ്സമേ അല്ല, എത്ര തുക വേണമെങ്കിലും അനുവദിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം PDNA റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വിവിധ മന്ത്രാലയങ്ങളുടെ വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായ 11ഓളം ആളുകൾ വരുന്നു. അവർ തുടർച്ചയായ ദിവസങ്ങളോളം വയനാട് സന്ദർശിക്കുന്നു, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നു, രേഖകൾ പരിശോധിക്കുന്നു, നമ്മളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു. അങ്ങനെ അവരൊരു PDNA റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഈ 2 റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇനി കേരളം ആവശ്യപ്പെട്ട തുക കൂടുതലാണെങ്കിൽ ശരി, സമ്മതിക്കാവുന്നതാണ്. ഇനി വയനാട് ജില്ലയിൽ നിന്നും ആവശ്യപ്പെട്ട തുക കൂടുതലാണെങ്കിലും തർക്കമില്ല. ഈ 2 സംഘങ്ങളും വന്ന് അവരുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ എത്ര രൂപയുടെ നഷ്ടം ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളൊരു പ്രാഥമിക നിഗമനം അവർക്കുണ്ടാവുമല്ലോ. കേന്ദ്ര സർക്കാരിന്റെ 2 സംഘങ്ങൾക്കുണ്ടാകും. ആ സംഘങ്ങളുടെ പ്രാഥമിക നിഗമനം, നമ്മൾ 2219 കോടിയാണ് PDNA റിപ്പോർട്ട് കൊടുത്തത്, അത് മാറ്റിവെക്കാം. ഈ 2 സംഘങ്ങളും പറയുന്നത് 500 കോടിയോ അല്ലെങ്കിൽ പോട്ടെ 600 കോടി രൂപയാണ് നഷ്ടമെന്ന് ആ കേന്ദ്ര സർക്കാരിന്റെ സംഘത്തിന് ബോധ്യമുണ്ടെങ്കിൽ ആ തുകയെങ്കിലും അനുവദിക്കണ്ടേ? അടിയന്തര ധനസഹായമായി നമുക്ക് ഇതിനകത്ത് തുക അനുവദിക്കുകയും പിന്നീട് ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ബാക്കിയുള്ള തുക വയനാടിന് അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അടിയന്തര ധനസഹായം നമുക്കില്ല. നമ്മൾ കൊടുത്ത PDNA റിപ്പോർട്ട്, അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ വിട്ട സമിതി, അതിന് 2നെയും ഗൗരവത്തിലെടുക്കുന്നില്ല. ഒരു തുക പോലും നമുക്ക് തരുന്നില്ല. SDRFിൽ നിന്ന് വന്ന തുക നിങ്ങൾ ചെലവഴിച്ചോളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി വയനാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ എന്തെങ്കിലും തരത്തിലൊരു കലാമിറ്റി ഉണ്ടായാൽ അതിന് ചെലവഴിക്കാനുള്ള തുകയാണ് SDRFിലുള്ളത്. ചിലപ്പോൾ SDRFിൽ ഒരു 100-200 കോടി രൂപ ബാലൻസ് വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അത് എന്തുകൊണ്ടാവാം? ദുരന്തമോ ദുരന്ത ബാധിതരുടെ പുനരധിവാസമോ പ്രവർത്തനങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു കലാമിറ്റി, ഇപ്പൊ ചെന്നൈയിലൊക്കെ ഉണ്ടായ പോലെ ഒരു കലാമിറ്റി നമ്മുടെ സ്റ്റേറ്റിൽ വന്നാൽ നമുക്ക് പ്രാഥമികമായി ഉപയോഗിക്കാനുള്ള തുകയാണ് SDRFിലുള്ളത്. അത് 14 ജില്ലകൾക്കും അവകാശപ്പെട്ടതാണ്. നമ്മളുടെ ആവശ്യം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കണം, പാക്കേജ് അനുവദിക്കണം. ആ തുക മാത്രമാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. SDRFിൽ അനുവദിച്ച തുകയ്ക്ക് ഓരോ മാനദണ്ഡമുണ്ട്. 1,50,000 രൂപയാണ് ഒരു വീടിന് കൊടുക്കാൻ SDRF നിയമപ്രകാരം പറ്റുള്ളൂ. ആ തുക മാത്രം കൊടുത്താൽ മതിയോ മുണ്ടക്കൈക്കും ചൂരൽമലയിലെ ആളുകൾക്ക്? പോരാ. അവർക്ക് 15 ലക്ഷം രൂപ വില വരുന്ന വീടാണ് നമ്മൾ നിർമ്മിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ 1.5 ലക്ഷം SDRFിൽ നിന്നും ഇനി അവർക്ക് ലൈഫ് പോലെയുള്ള ഭവന പദ്ധതികൾ ഉൾപ്പെടുത്തിയാൽ പോലും ഒരു 4 ലക്ഷം കിട്ടിയാൽ 5.5 ലക്ഷം, പിന്നെ 9-9.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ പാക്കേജിന്റെ പണമായിട്ടാണ്. സ്പോൺസർഷിപ്പ് കഴിഞ്ഞുള്ള വീടുകളാണ് ഞാൻ പറയുന്നത്. ഇനി എല്ലാ വീടുകളും സ്പോൺസർഷിപ്പായ മറ്റാവശ്യങ്ങളുണ്ട്. അവിടെ 1 കിലോമീറ്റർ റോഡ് SDRFിൽ പുനർനിർമ്മിക്കാൻ 75,000 രൂപയാണ് മാറ്റിവെക്കാൻ കഴിയുള്ളൂ. നമുക്ക് 1 കിലോമീറ്റർ റോഡ് 75,000 രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മുണ്ടക്കൈ ചൂരൽമല പാക്കേജിന് ആവശ്യപ്പെടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു തുകയും അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഷംഷാദിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ DYFI വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി ചേരുകയാണ്. റഫീഖ്, DYFI അവിടെ സമരം നടത്തി, അതുപോലെ തന്നെ LDFും CPIMും അവിടെ സമരം നടത്തി, UDF പ്രതിഷേധ സമരം നടത്തി. ഇന്നിപ്പോൾ LDF സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും LDF സമരം നടത്തുകയാണ്. പക്ഷേ ഒരു കാരണവശാലും കേരളത്തെ സഹായിക്കില്ല, വയനാടിനെ സഹായിക്കില്ല കേന്ദ്രം. അതാണ് നമ്മുടെ അനുഭവം. ഇപ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഉരുൾപൊട്ടലിന്റെ മുമ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വയനാട്ടിലേക്ക് എത്തുകയും
എല്ലാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിലും നാളിതുവരെ ആ നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇത്രയേറെ ആളുകൾ മരിച്ചുപോയിട്ടുള്ള, ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു ദുരന്തത്തോട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ RSSനും അല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇവിടെ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ വിദ്വേഷത്തോടു കൂടി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കൂടിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. കാരണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ത്രിപുരയിൽ ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ പോയി 40 കോടി രൂപ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ആന്ധ്രയിലും തെലങ്കാനയിലുമായി മരിച്ചത് 35 പേരാണ്. ആ 35 പേര് മരിച്ച ആന്ധ്രയിലും തെലങ്കാനയിലുമായി 3448 കോടി രൂപ കേന്ദ്രം അനുവദിക്കുകയാണ്. അപ്പൊ കേന്ദ്രം അവർക്ക് താല്പര്യമുള്ള പ്രദേശങ്ങളിൽ പണം അനുവദിക്കുമ്പോഴാണ് ഇവിടെ ദുരന്തത്തിലെ മനുഷ്യരുടെ രാഷ്ട്രീയവും മനുഷ്യരുടെ നിലപാടുകളും മനുഷ്യരുടെ ഏത് സംസ്ഥാനത്താണ് ജീവിക്കുന്നത് എന്നതെല്ലാം നോക്കിക്കൊണ്ട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. DYFI മനുഷ്യച്ചങ്ങല ഉൾപ്പെടെ തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു. ഇവിടെ നാടിനെ സ്നേഹിക്കുമ്പോൾ UDF ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വിഷയത്തിൽ ഒറ്റ നിലപാടേ സ്വീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പുനരധിവാസത്തെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്ക് തൊഴിൽ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ആ നിലയിലുള്ള മാതൃകാ ടൗൺഷിപ്പ് ഉൾപ്പെടെയാണ് ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന് ആ നിലയിലുള്ള തുക ആവശ്യമായി വരും. അതിൽ STRF എന്ന് പറയുന്ന നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. STRF എന്ന് പറയുന്നത് ഈ ദുരന്തത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള പണമല്ല. എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേന്ദ്രം അതിൽ നിന്ന് തന്നെയുള്ള 150ഓളം കോടി രൂപ ഇപ്പോ വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുകയാണ്. എത്രമാത്രം ക്രൂരമാണ്. നേരത്തെ പ്രളയം ഉണ്ടായപ്പോഴും നമ്മുടെ അനുഭവമാണ്. 290 കോടി രൂപ അരി നൽകി എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗമായി തിരച്ചിലിന് വ്യോമസേന വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നേരത്തെ പ്രളയത്തിന്റെ സമയത്തും നമ്മൾ ആവശ്യപ്പെട്ട തുക നൽകിയില്ല എന്ന് മാത്രമല്ല തന്ന തുകയിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ 290 കോടി രൂപ പിടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നേരത്തെയും നമ്മുടെ മുമ്പുള്ള അനുഭവം അതാണ്. ഇപ്പോഴും നമ്മൾ ആ നിലയിൽ തന്നെയുള്ള ക്രൂരതയാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് അർഹമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് മനുഷ്യർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ചുരൽമലയിലും മുണ്ടക്കയിലും ജനങ്ങൾ പോകുന്നത്. അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള സംസ്ഥാന സർക്കാരായാലും ആ നിലയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആവശ്യമായ ഫണ്ട് നൽകിക്കൊണ്ട് അതിനാവശ്യമായ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റാണ് കേന്ദ്രം. ആ നിലയിലുള്ള കൃത്യമായി കേന്ദ്രത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയ പ്രൊജക്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചതാണ്. നിരവധി തവണ കേന്ദ്ര മന്ത്രിമാരെ പോയി കാണുകയും കേന്ദ്ര സംവിധാനങ്ങളെ പോയി കാണുകയും ചെയ്തു. നിയമസഭ തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ആ നിലയിൽ എല്ലാം ഉള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം ഇത് ബോധപൂർവം തരാതിരിക്കാൻ ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫണ്ട് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ട ഫണ്ടായിട്ടുള്ള STRF-ൽ നിന്ന് ഉൾപ്പെടെ പിടിക്കുന്ന സാഹചര്യം ഇപ്പൊ ഉണ്ടാവുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം നമ്മൾ ആവശ്യപ്പെട്ടത് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്നാണ്. തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുള്ള ഗുണം നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. കേന്ദ്രത്തിലെ രാജ്യത്തെ MP-മാർക്ക് 788 MP-മാരുണ്ട് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലുമായി. ആ MP-മാർക്ക് അവരുടെ MP ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നീക്കി വെക്കാൻ വേണ്ടി കഴിയും. വലിയ രൂപത്തിലുള്ള ഈ കടങ്ങൾ ഉൾപ്പെടെ ഈ ആളുകളുടെ കടങ്ങൾ ഉൾപ്പെടെ എഴുത്തള്ളാൻ സ്വാഭാവിക ദേശസാൽകൃത ബാങ്കുകൾ നിർബന്ധിതമാകുന്ന സ്ഥിതി വരും. അപ്പൊ അങ്ങനെ എല്ലാം ഉള്ളൊരു ഗുണമുണ്ടാകുന്ന കാര്യമാണ് കേന്ദ്ര ദുരന്തമായി, അതായത് തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി തയ്യാറാവുന്നില്ല. അതുപോലെ ഫണ്ട് തരാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇങ്ങനെ ഒരു തരത്തിലും വയനാട്ടിലെ ജനങ്ങളോട് ദുരിതമനുഭവിക്കുന്ന ഈ ജനതയോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം തുടക്കം മുതൽ മാതൃകാപരമായി ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യഘട്ടത്തിലെ സമാശ്വാസ പ്രവർത്തനങ്ങളായാലും ക്യാമ്പിലെ പ്രവർത്തനമായാലും ഇപ്പോൾ നമ്മുടെ വാടക വീടുകളിലേക്ക് മാറിയതിനു ശേഷമുള്ള വാടക നൽകുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളായാലും ദുരിതബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ളത് ഏറ്റവും അവരുടെ പുനരധിവാസം എന്നതാണ്. ആ പുനരധിവാസം എന്ന് പറയുന്നത് കേവലമായി വീട് വെച്ച് നൽകുക എന്നതല്ല ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. പകരം അവർക്ക് തൊഴിലും എല്ലാം ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള ഒരു മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ പണം നൽകേണ്ടതായിട്ടുണ്ട്.
ഈ ദുരന്തത്തിന് അടിയന്തര സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, നാളിതുവരെ ₹1 പോലും നൽകാൻ വേണ്ടി കേന്ദ്രം സമീപനം സ്വീകരിക്കാതെ പുനരധിവാസ പ്രവർത്തനത്തെ ഉൾപ്പെടെ തുരങ്കം വെക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതിനിടയിലാണ് ഒരു പണവും കിട്ടുന്നില്ല ഷൈജാൽ പറഞ്ഞ കൂടിച്ചേരുന്നു, RJD-യുടെ നേതാവാണ്. ഷൈജാൽ, താങ്കൾ ഈ വിഷയത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം, അവരുടെ ഒരു ഈ കാര്യത്തിലുള്ള അവരുടെ ഒരു മനസ്സ്, ഇക്കാര്യങ്ങളൊക്കെ താങ്കളൊന്ന് അന്വേഷിച്ചിരുന്നു. BJP-യോട് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തോട് കാണിക്കേണ്ടുന്ന അതും ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ അവിടെ മുഖം തിരിഞ്ഞിരിക്കുകയാണ്, പുറം തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ. ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട സമയമായില്ലേ? ഈ ഒരു സമരം ശരിക്കും ദില്ലിയിലേക്കടക്കം, അവിടുത്തെ ഇരകളും അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള ആൾക്കാരും ദില്ലിയിലേക്കടക്കം ഈ സമരം മാറ്റേണ്ട സമയമായിട്ടില്ലേ? തീർച്ചയായും ഇത് വളരെ നിഷേധാത്മക നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് വെച്ച് പുറത്തിപ്പോരുന്നത്. കാരണം നമുക്കറിയാം, ഇങ്ങനെ ഒരു വലിയ ദുരന്തം, ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരലും വരെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായി നിന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി പ്രധാനമന്ത്രി വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ. പക്ഷേ പ്രധാനമന്ത്രി വന്നിറങ്ങിപ്പോയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് എല്ലാം കണ്ട് അദ്ദേഹത്തിന് ഒരു ഇമേജ് ക്രിയേഷൻ നടത്തുന്ന പരിപാടി അല്ലാതെ ഈ ജനതയുടെ പ്രയാസവും ബുദ്ധിമുട്ടും അവിടെ കണ്ടുപോയത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തട്ടിയില്ല എന്നുള്ളതാണ് ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് പോലും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ സംഭവം എത്തിയിട്ടില്ല. കേവലം ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേഷൻ അപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ കണ്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഈ വയനാട്ടിൽ വന്നു പോകുമ്പോൾ കേരള ഗവൺമെന്റ് കൊടുത്ത കണക്കവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് താല്പര്യം മാറ്റിവെക്കട്ടെ. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും വന്ന് കണ്ടാൽ അദ്ദേഹത്തിന് ഒരു കണക്കുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നോക്കിക്കണ്ട ഒരു ദുരന്തം ഉണ്ടാവില്ലേ? ദുരന്തം ഉണ്ടല്ലോ. ആ ദുരന്തത്തിന് മുഖത്ത് എന്ത് കൊടുക്കാമെന്നുള്ള ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തുക പ്രഖ്യാപിക്കാമല്ലോ. സംസ്ഥാന ഗവൺമെന്റ് കണക്കൊക്കെ മാറ്റിവെക്കട്ടെ, അവിടെ ആവശ്യങ്ങൾ മാറ്റിവെക്കട്ടെ. എന്നാൽ അതിന് പോലും തയ്യാറാവാതെ ആന്ധ്രയെയും അതുപോലെ തെലങ്കാനയും ഉൾപ്പെടെ സ്ഥലങ്ങളെ സഹായിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ജനം തെരുവിലിറങ്ങി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനിയും നമ്മൾ പ്രതികരിക്കാതെ മുമ്പോട്ട് പോകേണ്ട അവസ്ഥയിലെ മറിച്ച് അതിശക്തമായി ഡൽഹിയിലേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇവിടെ ഇടതുപക്ഷം ഡൽഹിയിലേക്ക് ഈ ദുരന്തബാധിതരടക്കം കൂട്ടിക്കൊണ്ടുള്ള സമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷംഷാദ്, ഇതിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് കേരളത്തിൽ ഒരു മതേതര മനസ്സുള്ള സമൂഹം പാർക്കുന്ന ഒരു ഇടമാണ്, ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു. അതിലൊക്കെ ഉപരി കേന്ദ്രത്തിലെ BJP സർക്കാരിന് ഈ വയനാടിനോടുള്ള ഒരു വിദ്വേഷത്തിൻ്റെ കാരണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടുത്തെ MP ആയിരുന്നു എന്നുള്ളതായിരിക്കാം. കോൺഗ്രസിൻ്റെ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിടുന്ന ഒരു മണ്ഡലത്തിന് അങ്ങനെ ഒരു സഹായം വേണ്ട എന്നൊരു നിലപാട് കൂടി ഒരുപക്ഷെ BJP-യുടെ ഈ ഒരു സങ്കുചിത തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവിന്റെ നിയോജക മണ്ഡലം നിലയ്ക്കുള്ളത് ഒരു കാരണം. മറ്റൊന്ന്, കേരളത്തിൽ സംഘപരിവാറിനെതിരെ അതിശക്തിയായി പ്രതിരോധം നിൽക്കുന്ന ഇടതുപക്ഷം ഞാൻ ഷംഷാദിനോടാണ് ചോദിച്ചത്. ഓക്കെ, ഞാനതിന് മറുപടി പറയാം. ഈ കേന്ദ്ര ഗവൺമെന്റ് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ആളുകൾ എന്നുള്ളതാണ് അവരുടെ ഒരു ഡീമെറിറ്റ് ആയി കാണുന്നത് എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട്, ആ ചൂരൽമല ദുരന്തബാധിതരായ ആളുകളിൽ എല്ലാ പാർട്ടിയിലും പാർട്ടി ഇല്ലാത്തവരും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഉണ്ട്. മനുഷ്യനാണ് ആ ദുരന്തത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത്. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണ് മുഴുവൻ നഷ്ടപ്പെട്ടത്. അനാഥരായത് മനുഷ്യരാണ്, മരണപ്പെട്ടതും മനുഷ്യരാണ്. മനുഷ്യനെ ഒരു മനുഷ്യത്വത്തോടു കൂടി കാണാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നു. ആ കഴിവ് കേന്ദ്ര സർക്കാരിന് ഉണ്ടോ എന്നുള്ളതിന്റെയാണ് സംശയമാണ് ഇവിടെ. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ ചുമതലപ്പെടുത്തോടെ സന്ദർശിക്കാൻ. ആ കേന്ദ്രമന്ത്രിക്ക് അവിടെ പോയി സന്ദർശിച്ചു അവിടെ കാണുന്ന
അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമിക നിഗമനവും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തിയതിന്റെ ഭാഗമായി അടിയന്തരമായ ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ ഇന്ത്യയിൽ ഒരു കേന്ദ്ര മന്ത്രിക്ക് സാധിക്കും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ ഈ വിഷയം കാണാൻ വന്നത് കേന്ദ്ര മന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതോടുകൂടിയിട്ടാണ് മുണ്ടക്കൈ ചൂരൽമലയിലെയും ദുരന്തബാധിതരായ ആളുകൾക്കും വലിയ പ്രതീക്ഷ ഉണ്ടായത്. കാരണം ഒരു കേന്ദ്രമന്ത്രി വന്ന് പണം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഉചിതമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം വയനാട്ടിൽ ചെലവഴിച്ചു, കൂടുതൽ മീറ്റിങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു, കൂടുതൽ ആളുകളെ അദ്ദേഹം കണ്ടു. ഇതൊന്നും തർക്കത്തിനില്ല. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നീട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടില്ല? ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വിഷയം വയനാടിന്റെ മുൻ MP എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന സമയത്ത് സഭയിൽ എല്ലാവരും ഇത് കേൾക്കുകയും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ MP ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ടാവാം എന്നുള്ള താങ്കളുടെ ചോദ്യം തമാശയാണ്. കാരണം BJPക്കും മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നു. BJPയും ഇവിടെ മത്സരിച്ചതാണ്. BJPക്ക് ചിഹ്നം അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റി. പക്ഷെ ഇത്ര ശതമാനം 16% വോട്ട് ലഭിക്കണം എന്നുള്ളത് കൊണ്ട്, അതുപോലും ലഭിക്കാത്തത് കൊണ്ട് ആ കെട്ടിവെച്ച പണം BJPക്ക് വയനാട് പാർലമെന്റ് നഷ്ടപ്പെട്ടു. വയനാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയപരമായിട്ട് BJPയെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് കുറ്റം ഞങ്ങളുടേതല്ല, അത് BJPയുടെ നേതൃത്വത്തിന്റെയാണ്. 2, ഈ സർക്കാർ എന്ന് പറയുന്നത് BJP ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യയുടെ സർക്കാരാണ്. ആ സർക്കാരിന് എല്ലാ പൗരനുമുള്ള അവകാശം, എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കും ഉണ്ട്, ദുരന്തബാധിതരായ ആളുകൾക്കും അതിൽ നിന്നും തിരിച്ചു വന്ന ആളുകൾക്കും ഉണ്ട്. അവരെയാണ് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. SDRF തുകയെക്കുറിച്ച് വാചാലമാവുന്ന BJPക്കാരോട് ഒരു കാര്യം അവർ പലപ്പോഴും പറയാറുണ്ട്, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമോ, അല്ലെങ്കിൽ SDRFന്റെ നോംസ് പ്രകാരമുള്ള നഷ്ടപരിഹാരം കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് BJP വ്യക്തമാക്കേണ്ടത്. അവരതെവിടെയും പറയാറില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് പ്രത്യേക പാക്കേജ് ആണ്. SDRFൽ കിട്ടുന്ന നഷ്ടപരിഹാരമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് പ്രത്യേക പാക്കേജ് വേണം. അവരുടെ നഷ്ടങ്ങൾ നമ്മൾ നികത്തണം, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നയം. പക്ഷെ കേന്ദ്ര സർക്കാർ ഇതുവരെ ₹1 അനുവദിച്ചില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയുന്നതുമല്ല. തീർച്ചയായും. പക്ഷേ അതോടൊപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും മുതിർന്ന അല്ലെങ്കിൽ ഒരു വലിയ നേതാവിൻ്റെ മണ്ഡലം എന്ന നിലയിൽ, നേരത്തെ ഇപ്പോഴത്തെ എല്ലാം പറയുന്നത്, അവിടെ ആ വിഷയം ആ അർത്ഥത്തിൽ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഗൗരവത്തിൽ ദില്ലിയിലേക്ക് ആ സമരത്തെ മാറ്റിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ചില നിലപാടുകളെങ്കിലും പറയേണ്ടി വന്നേനെ എന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. റഫീഖ്, അവിടെ 3 വാർഡിൽ മാത്രമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. അതായത് നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് V. മുരളീധരൻ. അത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് BJP നേതൃത്വം അവിടുത്തെ ഈ ദുരന്തത്തെ കാണുന്നത്. ഏതാണ്ട് 400-ലധികം മനുഷ്യരുടെ ജീവൻ നഷ്ടമായ ഒരു പ്രളയ ദുരന്തത്തിൽ ഇത്രയും മനസാക്ഷിയില്ലാതെ ഇവർക്ക് പെരുമാറാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത വേദനിപ്പിക്കുന്ന സംഭവമാണ്. ഈ സമരങ്ങൾ കൊണ്ട് എത്രത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് DYFIയും CPIMഉം പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങേയറ്റം മനുഷ്യത്വമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നത്. അതിന് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം അതിന് തെളിവാണ്. അതായത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന BJPയുടെ സമുന്നത നേതാവ് പ്രതികരിച്ചത് വളരെ ഒരു ലാഘവത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അത് ആ BJPയുടെ ഒരു സമീപനത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. BJPയുടെ നേതൃത്വം ഈ നിലയിലുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റും BJP അഖിലേന്ത്യാ നേതൃത്വവും ഈ കാര്യത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ടുള്ള ദുരന്തം കണ്ടിട്ട് പോലും ഈ നിലയിൽ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യഘട്ടത്തിൽ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്
ഇവിടെ കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഈ ദുരന്തത്തെ തടയാൻ തയ്യാറായില്ല എന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു പ്രഖ്യാപനമാണ് ആദ്യം ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ വരെ നടത്തിയത്. പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന തെറ്റായ കാര്യമാണെന്നും അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നും വ്യക്തമാവുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് വ്യക്തമാവുന്നതാണ് ആ ഘട്ടം മുതൽ BJP സ്വീകരിക്കുന്ന നിലപാട് ഇത് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ കേരളത്തെയും കുറ്റപ്പെടുത്തുക, ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാത്രമുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അത് തന്നെയാണ് എപ്പോഴും അവർ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിന് പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലേക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. LDF തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രിയുടെ, കാരണം പ്രധാനമന്ത്രി ഇവിടെ വന്നുകൊണ്ടാണ് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ഈ പറഞ്ഞ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ജനതയോട് നേരിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. നേരിട്ട് വന്ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം തീർച്ചയായും റഫീഖ്, നമുക്ക് BJPയുടെ ഒരു വിശദീകരണം കൂടി ഈ കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. BJP നേതാവ് രാജീവ് ചേരുന്നു. രാജീവ്, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രയും നിഷേധാത്മകമായ ഒരു നിലപാട് വയനാട്ടിലെ ആ പാവം മനുഷ്യരോട് കാണിക്കുന്നത്? ഉള്ളതെല്ലാം ഒലിച്ചുപോയി, ജീവൻ നഷ്ടമായി, ഒരു മനുഷ്യായുസിൻ്റെ സമ്പാദ്യമെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശനം നടത്തിയ ശേഷം പറഞ്ഞതാണ് കേന്ദ്ര സർക്കാരും ഈ രാജ്യവും നിങ്ങളോടൊപ്പമുണ്ട്, പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എല്ലാ സഹായവും നൽകുമെന്ന്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് രാജീവ്? ഹലോ രാജീവ്, പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത് ഈ രാജ്യവും കേന്ദ്ര സർക്കാരും വയനാട്ടിലെ ദുരന്ത ബാധിതരോടൊപ്പമുണ്ട് എന്നാണ്, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എല്ലാ സഹായവും നൽകുമെന്നാണ്. പക്ഷേ 4 മാസം കഴിഞ്ഞു രാജീവ്, കാലണയുടെ സഹായം കേന്ദ്രം നൽകിയിട്ടില്ല. നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരല്ല, രാജ്യത്തെ ദേശീയ സർക്കാരല്ല. നാം മനസ്സിലാക്കേണ്ടത്, അന്ന് ആഗസ്റ്റ് മാസം 29 രാത്രി 30 തീയതികളാണ് ചൂരൽമലയിലും വയനാടും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്തിൽ നിരവധി ആൾക്കാർ മരണപ്പെടാൻ നമുക്ക് കേരളത്തിന് തന്നെ രാജ്യത്തിന്റെ തന്നെ ഒരു തീരാ ദുഃഖമായി മാറിയിട്ടുള്ളത്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരികയും എല്ലാ ദുരിതങ്ങളും നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാ സഹായവും കൂടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതിലും മാറ്റമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ഒരു റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് കൊടുക്കേണ്ട എത്ര കണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായി നോക്കിക്കാണുന്നതല്ലോ, അതിനപ്പുറത്തേക്ക് കാണുന്ന നഷ്ടങ്ങൾ എത്രയുണ്ട് അത് തിട്ടപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. സുപ്രീം കോടതിയിൽ സംസ്ഥാനം എന്നിട്ട് കേസിന് പോവുകയാണ്. സുപ്രീം കോടതിയിൽ കേസിന് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എന്ത് നൽകി എന്നുള്ളതും കേരള സർക്കാർ എന്ത് നൽകി എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ ആ സുപ്രീം കോടതിയുടെ പരാമർശത്തിന് ശേഷം നവംബർ മാസം 23-ാം തീയതിയാണ് കൊടുക്കുന്നത്. നവംബർ മാസം 16-ാം തീയതി 153 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുത്തു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടായിട്ട് 783 കോടി രൂപ സംസ്ഥാനത്തുണ്ട്. അത് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ വയനാടുണ്ടായിട്ടുള്ള, നമുക്കുണ്ടായിട്ടുള്ള, കേരളത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടത്തിന് ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾ കോടിക്കണക്കിന് രൂപകൾ കൊടുത്തു. അപ്പോ ഇതെല്ലാം കൊടുക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം അതീവ ഗുരുതര മേഖല, അതായത് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 2219 കോടിയുടെ പാക്കേജ് അനുവദിക്കാൻ വേണ്ടി പോകുന്നു. എവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്ന് പറയുന്നത്? ഇത് ചുമ്മാ പറഞ്ഞു പോകുന്ന കാര്യമാണ്. കാരണം എന്തെങ്കിലും സംസ്ഥാനത്തിന് ഇതിന് ഉത്തരവാദിത്തമില്ലേ? ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എന്ത് മുൻഗണനയാണ് ഈ സംസ്ഥാനം തിരഞ്ഞെടുത്തത്? സംസ്ഥാനം എന്നും പറയുന്നു അത് കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണ്, കേന്ദ്രം കൊടുത്ത ഫണ്ട് ഇവിടെ ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഒരു പാക്കേജ് എന്താണ് തയ്യാറാക്കിയത് ഒന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ജനങ്ങൾ കേരളത്തിനോടൊപ്പം വയനാടിനൊപ്പം നിന്നപ്പോ ഒരു പിടി കൈത്താങ് കൊടുത്ത് അവരാൽ കൊണ്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ചെയ്ത് കൊടുത്തപ്പോ എന്ത് പാക്കേജാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായത്? തീർച്ചയായും രാജീവ്, നിങ്ങളുടെ വിശദീകരണമൊന്നും സാധാരണ ജനത്തിന് ദഹിക്കുന്നതല്ല. നിങ്ങളുടെ കൃത്യമായ സ്വഭാവവും നിങ്ങളുടെ സർക്കാരിൻ്റെ നിലപാടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. എത്ര വിശദീകരിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. രാജീവ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം.
കേരളത്തിലെ ആളുകൾ കാണുകയല്ലേ? എന്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ സമയത്ത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വ്യാഖ്യാനം എന്തുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല? നന്ദി രാജീവ്.